ഈ ഒരു പണിമുടക്ക് നമ്മുടെ പ്രസാദ ഉള്ളവരെ ഇന്ന് ഇന്ത്യ ഒട്ടാകെ നമുക്ക് ദേശീയ പണിമുടക്ക് നടക്കുകയുണ്ടായി. നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി എല്ലാ സ്ഥലത്തും പല സ്ഥലത്തും ഹർത്താലുകൾ ആചരിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടു. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ദേശീയ പണിമുടക്കിൻ്റെ ഭാഗമായുള്ള ചില വിവരങ്ങളാണ് ഈ കാണുന്നത്. അതിൽ അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ശരിക്കും ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയാമെന്ന് ചോദിച്ചാൽ അതങ്ങനെ പറയാൻ അറിയില്ല. എന്നാലും നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഒന്ന് നോക്കാം. പല നേതാക്കൾക്കും പല ഈ ഒരു യൂണിയനിലുള്ള നേതാക്കൾക്കും അതിൽ പ്രവർത്തിക്കുന്നവർക്കും ഈ സമരം എന്തിനാണ്, പുതിയ തൊഴിൽ നിയമങ്ങളെക്കുറിച്ച് അതിൻ്റെ 4 കോഡുകളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. നമുക്കും വ്യക്തമാവുകയാണ്. രാജ്യത്ത് പുതിയ തൊഴിൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. പുതിയ ലേബർ കോഡുകൾ പ്രകാരം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ഒന്നാമതായി, ശമ്പള പരിഷ്കാരം. നിങ്ങളുടെ അടിസ്ഥാന ശമ്പളം ആകെ ശമ്പളത്തിന്റെ പകുതിയെങ്കിലും ആയിരിക്കണം. ഇത് കയ്യിൽ കിട്ടുന്ന ശമ്പളത്തിൽ കുറവുണ്ടാക്കിയേക്കാമെങ്കിലും നിങ്ങളുടെ PF നിക്ഷേപവും പെൻഷനും വലിയ തോതിൽ വർദ്ധിപ്പിക്കും. രണ്ടാമതായി, ഗ്രാറ്റുവിറ്റി. ഇനി മുതൽ ഗ്രാറ്റുവിറ്റി ലഭിക്കാൻ 5 വർഷം കാത്തിരിക്കേണ്ടതില്ല. 1 വർഷം ജോലി പൂർത്തിയാക്കിയവർക്കും ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുണ്ടാകും. മൂന്നാമതായി, ജോലി സമയം. ആഴ്ചയിൽ 48 മണിക്കൂർ ജോലി എന്നത് തുടരും. എന്നാൽ ചില സ്ഥാപനങ്ങളിൽ ദിവസേന 12 മണിക്കൂർ ജോലി ചെയ്ത് ആഴ്ചയിൽ 3 ദിവസം അവധിയെടുക്കാനുള്ള സൗകര്യം ലഭിക്കും.